ടി വി പ്രസാദ് ചേരുന്നു. പ്രസാദ്, തിരുത്തുമെന്ന പ്രതീക്ഷയുണ്ട് മന്ത്രിക്ക്. അപ്പോൾ തിരുത്തേണ്ടതായി എന്തൊക്കെയോ അവിടെ ഉണ്ട് എന്ന് വ്യക്തമാണ്. ഊരാളുങ്കലിന്റെ തലയിൽ വെച്ചുകൊണ്ട് ഏതായാലും അദ്ദേഹം ഇന്ന് പ്രസ്താവന നടത്തുന്നത് നമ്മൾ കണ്ടു. എന്ത് സംഭവിച്ചാലും അതിന്റെ ഉത്തരവാദിത്തം ഊരാളുങ്കലിനാണ് എന്ന് മന്ത്രി പറഞ്ഞു വെക്കുന്നുമുണ്ട്. പക്ഷേ അങ്ങനെ ഊരാളുങ്കലിന് മാത്രമല്ലല്ലോ ഉത്തരവാദിത്തം, അല്ലേ ടി വി പ്രസാദ്? അതുതന്നെയാണ് വിനീത. ഗുരുതരമായ പ്രതിസന്ധിയാണ് അവിടെ അഭിമുഖീകരിക്കുന്നത് എന്നുള്ളത് വസ്തുതയാണ്. കാരണം ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി എന്നുള്ളത് വലിയ വിശ്വാസ്യതയുള്ള ഒരു സ്ഥാപനമാണ്. നിരവധിയായ വർക്കുകളാണ് അവർ ഏറ്റെടുക്കുന്നത്. സംസ്ഥാനത്തിൻ്റെ തന്നെ പല വർക്കുകളും ഒരു ടെൻഡർ പോലും ഇല്ലാതെയാണ് കോടികളുടെ വലിയ വലിയ വർക്കുകൾ ഊരാളുങ്കലിന് കൊടുക്കുന്നത്. അതുപോലെ തന്നെയായിരുന്നു വയനാട്ടിലെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ടൗൺഷിപ്പിൻ്റെ നിർമ്മാണത്തിന് ഒരു ടെൻഡർ പോലും ഇല്ലാതെയാണ് ഒറ്റയടിക്ക് ഊരാളുങ്കലിനെ തിരഞ്ഞെടുക്കുകയും ചെയ്തത്. അത് ഊരാളുങ്കലിനോടുള്ള വിശ്വാസ്യതയാണ്. പക്ഷേ അല്പസമയം മുമ്പ് വീട്ടുടമസ്ഥൻ പറയുന്നത് പോലെ ഒരു വീടിൻ്റെ മെയിൻ സ്ലാബിന് ചോർച്ചയുണ്ടെങ്കിൽ അതിനർത്ഥം അത് പ്രശ്നമാണ് എന്നുള്ളത് തന്നെയാണ്. അത് പരിഹരിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന ഒരു താക്കീത് തന്നെയാണ് റവന്യൂ മന്ത്രി കെ രാജൻ്റെ വാക്കുകളിലുള്ളത്. ഉറപ്പായും സർക്കാർ വിശ്വസിച്ച് കരാർ കൊടുത്തിട്ടുള്ള ആ സ്ഥാപനം ഊരാളുങ്കൽ സൊസൈറ്റി അത് ക്ലിയറാക്കും എന്ന പ്രതീക്ഷയാണ് രാജനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. മാത്രവുമല്ല, ഈ ഒക്ടോബർ ആകുമ്പോഴേക്ക് പറഞ്ഞ അത്രയും വീടുകൾ അത് പൂർത്തിയാക്കിയിരിക്കണം എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇനിയിപ്പോൾ മെയ് മാസം കൂടി കഴിഞ്ഞാൽ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് എന്ന് പറയുന്നത് മഴ ഉള്ള മാസങ്ങളാണ്. പിന്നീട് 2 മാസം മാത്രമാണ് ഊരാളുങ്കലിന് ഈ മെയ് മാസം കൂടി കഴിഞ്ഞാൽ മുന്നിൽ കിട്ടുക. അത് പൂർത്തിയാക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. എന്ത് തന്നെയായാലും പൂർത്തിയാക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസം തന്നെയാണ് മന്ത്രി രാജൻ ഉൾപ്പെടെയുള്ള എല്ലാവരും പങ്കുവയ്ക്കുന്നത്. എന്ത് തന്നെയായാലും വയനാട് ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട് ഈ ഉയർന്നു വന്ന പ്രശ്നങ്ങൾ അത് വലിയ ബുദ്ധിമുട്ട് സർക്കാരിനുണ്ടാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇതിനെല്ലാം ചുമതല വഹിച്ച റവന്യൂ മന്ത്രി എന്ന നിലയിൽ കെ രാജനും ആ പ്രയാസമുണ്ട്. അതാണ് ഇങ്ങനൊരു പ്രസ്താവന നടത്താനുള്ള കാരണവും വിനീത. ശരി, ടി വി പ്രസാദാണ് വിശദാംശങ്ങൾ നൽകിയത്.